Hi friends, a warm good morning all of you. I hope you are all fine and doing well. At first, I suggest you please stay home and be safe. ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിരിക്കുന്ന ഒരു വിവരണം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ക്ലാസ്. നമ്മുടെ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ബോർഡിൽ കാണുന്നുണ്ടായിരിക്കും ഇല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കിയേ, ശരിക്കും വായിക്കും. യെസ്, വായിക്കും. Adventures in a banyan tree. Then what about this? Ruskin bond. Very good. നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു പ്രയാസം തോന്നിക്കുന്ന ഒരു ഭാഷയാണെങ്കിലും ഇതെങ്ങനെ ഈസി ആക്കാം? നല്ല വായന വേണം. എങ്ങനെ വായിക്കും? നമ്മുടെ കയ്യിൽ, നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിലുണ്ട് ഒരു ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് നന്നാക്കി വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആദ്യം ഇതന്നെ വായിപ്പിച്ചത്. യെസ്. അപ്പോൾ ഇവിടെ അന്നത്തെ ഡിസ്കഷനിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ഈ ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൽ റസ്കിൻ ബോണ്ട് എഴുതിയിരിക്കുന്ന ഈ പാഠഭാഗത്തിൻ്റെ സമ്മറി പറഞ്ഞു. ദെൻ വാട്ട് ആർ ദ മേജർ ഈവൻറ്റ്സ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞു. അതിനുശേഷം ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, അതിലെ ക്യാരക്ടേഴ്സിനെ പറഞ്ഞു. കുറച്ചൊക്കെ ക്യാരക്ടേഴ്സിന് ഓർമ്മയിൽ ഉണ്ടാവില്ലേ? ഉണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ, കുറച്ചുറക്കം പറയും. നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. കുറച്ചുറക്കം എന്ന് പറഞ്ഞു നോക്കിയേ. യെസ്. ബോയ്, ഗ്രാൻഡ് ഫാദർ, സ്ക്യൂറൽ. വെരി ഗുഡ്. സ്ക്യൂറൽ, ഗ്രാൻഡ് മദർ, കോബ്ര, മംഗൂസ്. യെസ്, ഇതൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ നല്ല ഈസി ആയി തീരും. അപ്പം നല്ല വായന ഉണ്ടാക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതോടൊപ്പം ചെറിയൊരു കാര്യം കൂടെ, വെറും ഒരു വീഡിയോ കാണുന്ന ലാഘവത്തിൽ നമ്മൾ ഇതിലിരുന്നാൽ ഇത് പഠനമാവില്ല. വളരെ സീരിയസ് ആയി നിങ്ങൾക്ക് ക്ലാസ് റൂമുകളിൽ കിട്ടുന്ന അതേപോലത്തെ പഠനം നമ്മൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എനിവേ, എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. ആൻഡ് അറ്റ് ഫസ്റ്റ് ഈ വേർഡ് ഒന്നുകൂടെ വായിച്ചു നോക്കി. റസ്കിൻ ബോണ്ട് കേട്ടിട്ടുണ്ട്? എവിടെ എവിടെ? ഉറക്കെ. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ചാപ്റ്ററാണ് ഏത്? അഡ്വഞ്ചേഴ്സ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന സ്റ്റോറിയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് എടുക്കാം. ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ടറി ആയിട്ട് ഒരു റാപ്പോർട്ട്, നമ്മളായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാപ്റ്ററിലേക്ക് ഒരു ചെറിയ ഒരു 3-4 വരികൾ കൊടുത്തിട്ടുണ്ട്. എന്താ ഇൻട്രൊഡക്ഷൻ എന്ന് വായിച്ചു നോക്കിയേ. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. Ellam. And from the whole sentence, it is repeating or recurring the word nature. Nature. Spelling എന്ന് പറഞ്ഞു നോക്കിയേ. Nature. N-A-T-U-R-E. Very good. Then നമുക്ക് ഇതിന്റെ മീനിങ് നോക്കിയാലോ. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും
എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്, വേണ്ടിയുള്ളതാ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ പ്രകൃതിയിൽ ജീവിക്കുന്നു, പ്രകൃതി ആസ്വദിക്കുന്നു, പ്രകൃതിയിലെ വിഭവങ്ങൾ നമ്മൾ എടുക്കുന്നു, അത് നമ്മൾ കഴിക്കുന്നു, എല്ലാം പ്രകൃതിയുമായി ഡിപ്പെൻഡ് ചെയ്യുന്നു. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യന് ഈ പ്രകൃതിയോട് ഒത്തിണങ്ങി ഇണങ്ങിച്ചേർന്നിട്ട് വേണം പ്രകൃതിയെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അത് ജീവിക്കാൻ. അത് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്നൊരു സന്ദേശമല്ലേ? യെസ്, വെരി ഗുഡ്. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയോടൊത്തുന്ന ഇണങ്ങിച്ചേരുക എന്ന് പറയുന്നത്, അങ്ങനെയുള്ളൊരു ജീവിതം ശരിക്കും വളരെ ആസ്വാദജനകമാണ്. മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ്? എന്താ ഈ വേർഡ് ഹാവ്? HAVE എന്താണ്? ഉണ്ട്. പലപ്പോഴും കേൾക്കുന്ന വാക്കല്ലേ, അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഹാവ് യു എവർ. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാവ് കൊണ്ടാ. ഹാവിന്റെ പ്രത്യേകത എന്താ ഈ ഹാവ് എന്നുള്ള വാക്ക് എവിടുന്നാ വന്നത്? നൗൺ ആണോ, വേർബാണോ, എവിടുന്നാ ഈ വന്നതെന്നുള്ള വല്ല ചിന്തയുണ്ടോ? ഇതെന്താണ് സാധനം? ഇറ്റ്സ് വെരി ഗുഡ്. നിങ്ങളുടെ ഈ പ്രതികരണം, ഈ പറയുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറയുന്ന പ്രതികരണമല്ലേ, അതാണ് ശരിക്കും നല്ല ലീഡിംഗ് ആയ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള ഒരു സഹായകമായി തീരുന്നത്. ഹാവ് ഇസ് എൻ ഓക്സിലിയറി. എന്താ ഓക്സിലിയറി എന്ന് പറഞ്ഞാൽ? ഓക്സിലിയറി വേർബ് ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി. ഇപ്പം ഞാൻ ചെയ്യാം ടീച്ചിങ്, നിങ്ങളോ സ്റ്റഡിയിങ്, സ്റ്റഡി, ടീച്ച്, ലുക്ക്, വാച്ച്, റൈറ്റ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതാണ് വേർബ്, പ്രവൃത്തി. ഇനി അതിനെ സഹായിക്കുന്ന ചില ഹെൽപ്പിംഗ് വേർബുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഈ ഹെൽപ്പിംഗ് വേർഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓക്സിലറി വേർബ് എന്ന് പറയുക. അപ്പൊ ഈ ഓക്സിലറി വേർബാണ് ഏത്? ഹാവ്. ബാക്കിയുള്ള ഓക്സിലറി വേർബ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ഒന്ന് മെമ്മറിയിൽ എടുത്ത് നോക്കിയേ. എങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരിക? കണ്ണടച്ചിട്ടാ? എന്നടക്ക്? അല്ല, തുറന്നിട്ടാ? തുറക്ക്. ചിന്തിച്ചിട്ടാ? യെസ്, വരട്ടെ. എത്ര എണ്ണം ഉണ്ട്? മെയിൻലി പറയ്. 50, 50. ഹൈ, എത്ര? വരുന്നുണ്ട്. 20, 24. യെസ്, വെരി ഗുഡ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് എന്താണ്, ഏതൊക്കെയാണ് എന്നൊരു ഐഡിയ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? കാരണം നമ്മൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഓക്സിലറി വേർബുകൾ രണ്ട് ഭാഗങ്ങളായിട്ടാണുള്ളത്. അങ്ങനെ മനസ്സിലാക്കി നോക്കിയേ. ഒന്ന് പ്രൈമറി സെക്ഷൻ ആയിട്ട്. അവ ഏതൊക്കെയാ? ഈസ്, ആർ, ആം, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. എത്രയായി? ഇപ്പൊ ഇങ്ങനെ എണ്ണല്ലേ? ഈസ്, ആർ. യെസ്, 11 ബാക്കിയുള്ളത് ഏതൊക്കെയാ? അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഒരാൾ പറഞ്ഞു മോഡൽ ഓക്സിലറി. അപ്പൊ ആദ്യത്തത് പ്രൈമറി ഓക്സിലറി, പിന്നെ ഇനി പറയാനുള്ളത് മോഡൽ ഓക്സിലറി. ഏതൊക്കെയാ മോഡൽ ഓക്സിലറി? വില്ല്, വുഡ്, ഷാൾ, ഷൂട്ട്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. പിന്നെ ഉപയോഗിക്കാറുണ്ടല്ലോ ഓട്ട്, നീഡ്, യൂസ്ഡ്, ഡെയർ, ഇല്ലേ? ഇങ്ങനത്തെ കേൾക്കാറില്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 24. റൈറ്റ്? ഇനി ഓക്സിലറി വേർബിനെ മാറരുത് അല്ലേ? എങ്ങനെ മാറാതെക്കാൻ എന്താ ചെയ്യാ? ബൈഹാർട്ട് ചെയ്യണം. എങ്ങനെ ബൈഹാർട്ട് ചെയ്യാ? കഴിയില്ല സാറേ ബൈഹാർട്ട്. പറയാനേ പാടില്ല. നമ്മൾ ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ വർഷം കഴിഞ്ഞാൽ നിങ്ങൾ +1, +2 പിന്നെയുള്ള ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് പോകല്ലേ? എല്ലാത്തിനും ഇത് വേണ്ടേ? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് നീഡഡ്. ഇതെല്ലാം ആവശ്യപ്പെടുന്നതാണ്. ഇതെല്ലാം ആവശ്യമുള്ള, വി നീഡ് ഇറ്റ്. നമുക്ക് ഇതിന് ആവശ്യമുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് പഠിച്ചാലോ? ഞാൻ സ്പീഡിലൊന്ന് പറയും, ശ്രമിച്ചു നോക്കണേ. നിങ്ങൾ എണ്ണി നോക്കുക ആദ്യം. ഈസ്, ആർ, ആം, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മെറ്റ്, മസ്റ്റ്, ഓട്ട്, നീഡ്, യൂസ്, ഡെയർ. ഇത്ര സിമ്പിളാ?
സാറേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാവും. എങ്ങനെയാ? ഈസ്, ആറ്, ആം, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ആദ്യത്തെ കഴിഞ്ഞില്ലേ? പിന്നെയോ വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, നീഡ്, യൂസ്, ഡയർ. ഒന്നുകൂടി വേണം. ഈസ്, ആറ്, ആം, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, നീഡ്, യൂസ്ഡ്. ബാക്കി പറയും. ജയ. വെരി ഗുഡ്. നിങ്ങൾക്ക് പറയാൻ പോതില്ലേ? സത്യം പറയും ഇല്ലേ? അതെ. ആദ്യം ഒന്ന് ഇങ്ങനെ എഴുതി നോക്കാം, എന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആരൊക്കെയോ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇത് കയറി, ഇത് കയറി. യെസ്, എത്താം. അപ്പൊ ഇത് പറഞ്ഞു. ഇനി തിരിച്ചൊന്നുകൂടെ ശ്രദ്ധിക്കണേ. ഹാവ് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ടെക്സ്റ്റിൽ വന്നിരിക്കുന്നത്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ്? ഓക്സിലറി വേർബ് കൊണ്ട് സെന്റൻസ് തുടങ്ങുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ത് ക്വസ്റ്റ്യൻ എന്ന് അതിന് പറയാ? ഇപ്പൊ എന്നോടൊരാൾ ചോദിക്കുകയാണ്, ആർ യു സാമുവൽ? എന്താ അതിനർത്ഥം? ആറിന്റെ അർത്ഥം എന്താ? ആകുന്നു. ആർ യു സാമുവൽ? നീ സാമുവൽ ആണോ? നോ, അല്ല. ഐ ആം സുഹൈർ. ഞാൻ സുഹൈറാണ്. ഇതെങ്ങനെ പറയാം? ആർ യു സാമുവൽ? നീ സാമുവൽ ആണോ? നോ. ഞാൻ എന്താ നോ പറയാൻ കാരണം? എന്നോട് ആണോ എന്ന ചോദ്യം ചോദിച്ചു. പക്ഷേ ആറിനാകുന്നു എന്നല്ലേ? അതെ, ഈസ്, ആർ, ആം ആകുന്നു എന്നാണ്. പിന്നെങ്ങനെ ആണോ എന്നായത്? അതാണ് ഇവിടെ ഓക്സിലറി വേർബ് കൊണ്ട് സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. റൈറ്റ്? ഇനി ഇതിലേക്ക് പോകാം. ഹാവ് യു എവർ ഗോട്ട്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്ത് കിട്ടിയിട്ടുണ്ടോ? എ ചാൻസ്, ഒരവസരം. ടു സ്പെൻഡ് യുവർ ലെയ്ഷർ ടൈം വിത്ത് നേച്ചർ. ലെയ്ഷർ ടൈം എന്താ? ലെയ്ഷർ ടൈം ഒഴിവ് സമയങ്ങൾ. ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? എങ്ങനെ ചെലവഴിക്കുക? വിത്ത് നേച്ചർ, പ്രകൃതിയോടൊത്ത്. ഫസ്റ്റ് നമുക്ക് പറയാനുള്ള മറുപടി എന്താ? പിന്നെ എന്താണെന്ന് പറയാൻ കാരണം? സാറേ, ഡ്യൂ ടു കൊറോണ. കൊറോണ അല്ല സാറേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ ശരിക്കും മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ഘട്ടത്തിൽ വളരെ സാധ്യതയില്ലേ? യെസ്, റിയലി. നൗ ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ്. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. നോക്കിയേ ഇവിടെ. ലെറ്റ്സ് ഇവിടെ നോക്കിയേ. ഷോർട്ടൻ ചെയ്ത ഈസ് എന്നല്ല ഇവിടെ വായിക്കാം. ലെറ്റിനോട് കൂടി എന്താ ചേർക്കുന്നത്? അസ്. നമ്മൾക്ക് റീഡ് വായിക്കാം. ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ്, എങ്ങനെയാണ് ഒരു കുട്ടി എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. ബ്ലെൻഡഡ്, അഴുകിച്ചേരുക, അങ്ങനെ കൂടിക്കലരുക. എന്തിൻ്റെ? പ്രകൃതിയുടെ അന്തസത്തയുമായിട്ട്. പ്രകൃതിയോടൊത്തണങ്ങ് ജീവിക്കുന്ന ഒരു കുട്ടിയുടെ കഥ കേൾക്കാം. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് റിയലി to listen a story. Is it? Really we interested. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റിംഗ്, നമ്മൾ വളരെ താല്പര്യവാന്മാരാകുന്നുണ്ട്. എന്തിന്? ടു ലിസൺ എ സ്റ്റോറി. അതേപോലെ അതിനെ നമ്മളെ താല്പര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുന്നത്. യെസ്. ആൻഡ് ദ ചാപ്റ്റർ Adventures in a Banyan Tree. It's written by Ruskin Bond. Here is the profile of Ruskin Bond. Shall I? ഞാനൊന്ന് വായിക്കട്ടെ. Ruskin Bond in bracket, born on 19th May 1934, is an Indian author of British descent. Ruskin Bondന്റെ പ്രൊഫൈലാണ്, മറക്കരുത്. അദ്ദേഹം ജനിച്ചത് 1934 മെയ് മാസം 19 തീയതിയാണ്. ഏതാണ് അയാൾ? ഈസ് ആൻ ഇന്ത്യൻ ഓതർ ഓഫ് ബ്രിട്ടീഷ് ഡിസൻറ്റ്.
ബ്രിട്ടീഷ് വംശപരമ്പരയിലുള്ള ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് ആര്? റസ്കിൻ ബോണ്ട്. ഹിസ് ഫാദർ വാസ് an officer at റോയൽ എയർഫോഴ്സ്. അദ്ദേഹത്തിന്റെ അച്ഛൻ റോയൽ എയർഫോഴ്സിലെ ഒരു ഓഫീസർ ആയിരുന്നു. He wrote his first novel, The Room on the Roof, at the age of 17. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവൽ എഴുതി. എന്താ നോവലിന്റെ പേര്? നോക്കിയിട്ട് പറയും. ഏതാ? ദ റൂം ഓൺ ദ റൂഫ്. നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റൂലേ? ഇല്ലേ? യെസ്, തീർച്ചയായിട്ടും. ഇറ്റ് ഗോട്ട് ജോൺ ലെവിൽ റൈസ് പ്രൈസ് ഇൻ 1957. ആ നോവല് എന്തിനർഹമായി? അവാർഡിന് അർഹമായി. അദ്ദേഹത്തിന് പ്രൈസ് കിട്ടി. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ്, കുട്ടികളെ താല്പര്യപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്കുള്ള സാഹിത്യ രചനകൾ അയാൾ എഴുതാറുണ്ടായിരുന്നു. ആദ്യത്തെ പുസ്തകം ഏതാ? ദ ആംഗ്രി റിവർ. ഇൻ 1992, 1992 he received the Sahitya Academy Award for his first short story collection, Our Trees Still Grow in Dera. ആദ്യം 1992 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയാണ്. ഏതിനാണ്? Our Trees Still Grow in Dera. He was awarded the Padma Shri in 1999 for his contribution to children's literature. കുട്ടികളുടെ സാഹിത്യ രചനയിലേക്ക് അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചതിൽ വീണ്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്തു? 1999 പത്മശ്രീ അവാർഡിന് അർഹമായി അദ്ദേഹം. He got the Lifetime Achievement Award in 2017. ഒരു 3 വർഷം മുമ്പ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി, 2017. അപ്പൊ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോഴും. അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചു. He now lives, ഇപ്പം അയാൾ ജീവിക്കുന്നത് with his adopted family in Lando near Missouri. മൊസോറിക്കടുത്ത ഒരു ഗ്രാമത്തിൽ അയാൾ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നുണ്ട്. This is what about Ruskin Bond. And it is very relevant. ഇതൊന്നും എന്ത് ചെയ്യുക? നോട്ട് പുസ്തകത്തിലേക്ക് ആദ്യമായിട്ട് എഴുതുക, കോപ്പി ചെയ്ത് വെക്കുക. യെസ്. ഇനി ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. നമ്മൾ ചാപ്റ്ററിലേക്ക് കടന്നാലോ? Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to at the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dera, nestling in a valley at the foot of the Himalayas. It is the first paragraph. And now, let's look at the meaning. Though the house and grounds of our home in India were grandfather's domain. ഇന്ത്യയിലെ ഞങ്ങളുടെ ഒരു കുട്ടി നമ്മോട് പറഞ്ഞു തരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പരിസരവും പറമ്പും എല്ലാം മുത്തശ്ശന്റെ ഒരു അധീനതയിലായിരുന്നു, സാമ്രാജ്യത്തിലായിരുന്നു എങ്കിലും, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം, അധീനതയിലാവുക, അങ്ങനെ ആയിരുന്നുവെങ്കിലും ദ മാഗ്നിഫിസന്റ് ഓൾഡ് ബനിയൻ ട്രീ, ആ പ്രൗഢഗംഭീരമായിരിക്കുന്ന ബനിയൻ ട്രീ, ആൽമരം, വാസ് മൈൻ എന്റേതായിരുന്നു. ചീഫ്ലി ബിക്കോസ്, അങ്ങനെ പറയാനുണ്ടായ പ്രധാന കാരണം ഗ്രാൻഡ്ഫാദർ, എൻ്റെ മുത്തശ്ശൻ, അറ്റ് ദ ഏജ് ഓഫ് 65, 65-ാമത്തെ വയസ്സിൽ, 65 വയസ്സുള്ള എൻ്റെ മുത്തശ്ശൻ could no longer climb it, അതിൽ കയറാൻ കഴിയുമായിരുന്നില്ല. Can you climb a tree? നിങ്ങൾക്ക് മരം കയറാൻ കഴിയോ? Of course. സർ, ഞാൻ കയറും. ഞാനും. യെസ്. പക്ഷെ 65 വയസ്സാവുമ്പോൾ അത് അത്ര ഈസി ആവുമോ? നോ, ഇല്ല. അതേപോലെ മുത്തശ്ശന് ഇവിടെ കയറാൻ സാധിച്ചിരുന്നില്ല. ഗ്രാൻഡ് മദർ, അവിടെ എൻ്റെ ഗ്രാൻഡ് മദർ, മുത്തശ്ശി, യൂസ്ഡ് ടു ടീസ്, കളിയാക്കാറുണ്ടായിരുന്നു. ടീച്ചറിനെ കളിയാക്കുക. ഹിം, ആരെ? ഈ മുത്തശ്ശനെ. അബൌട്ട് ദിസ്, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും.
and would speak of a certain Countess of Desmond. ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്നതിനെ പറഞ്ഞിട്ടാണ് കളിയാക്കാറുണ്ടായിരുന്നത്. ആരായി കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്? an English woman, ഒരു ഇംഗ്ലീഷ് വനിതയാണ്. who lived to at the age of 117, 117 വയസ്സ് വരെ ജീവിച്ച ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ഒരു ഇംഗ്ലീഷ് വുമൺ പറഞ്ഞിട്ട് മുത്തശ്ശനെ കളിയാക്കാറുണ്ടായിരുന്നു. എങ്ങനെ കളിയാക്കാം? and would have lived longer if she hadn't fallen while climbing an apple tree. ഒരു ആപ്പിൾ മരത്തിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ അല്ലെങ്കിൽ കയറുന്ന സമയത്ത് വീണു മരിച്ചു. ഇനി അങ്ങനെ ആ ആപ്പിൾ മരത്തിൽ നിന്ന് വീണിട്ടും അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ദീർഘകാലം ഇനിയും ജീവിക്കുമായിരുന്നു. എത്രയാ മുത്തശ്ശിയുടെ വയസ്സ്? എത്ര വയസ്സ്? 117 അല്ലേ? 117 വയസ്സുള്ള ഒരു സ്ത്രീ ആപ്പിൾ മരത്തിൽ നിന്ന് കയറിയിട്ട് വീണു, അത് മരിച്ചു അല്ലേ? ശരിക്കും അത്ഭുതല്ലേ? ഇവിടെ അത് പറഞ്ഞിട്ടാ മുത്തശ്ശനെ കളിയാക്കുക. സോ വാട്ട് ഇസ് ഏജ് ഓഫ് ഗ്രാൻഡ് ഫാദർ? മുത്തശ്ശന്റെ വയസ്സ് എത്ര? ഹൗ ഓൾഡ് ഈസ് ഹി? എത്ര വയസ്സിന്റെ പ്രായമുണ്ട് അദ്ദേഹത്തിന്? 65. ഇനി ഇവിടെ പറയുന്നത് നോക്കിയേ, കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ഒരു പ്രഭുവിന്റെ ഭാര്യ, അങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ മീനിങ് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ശരിക്കും ഈ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്നുള്ളത് ഒരു നിക്നെയിമാണ്. എന്തിന് നിക്നെയിം? ഇംഗ്ലീഷ് എഴുത്തുകാർ ഉപയോഗിക്കുന്ന ഒരു നിക്നെയിമാണ് കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്. എന്തിനു പറയുന്നതാ? ദീർഘകാലം ജീവിക്കുന്ന, ഒരുപാട് അല്ലെങ്കിൽ ആയുസുള്ള എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു നിക്നെയിമായിട്ട് അവർ എഴുത്തുകാർ ഉപയോഗിക്കുന്നതാ. യഥാർത്ഥത്തിൽ അവരുടെ പേര് കാതറിൻ ഫിറ്റ്സ് ജെറാൾഡ് എന്ന് പേരാണ് എന്നാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെരഞ്ഞു നോക്കുന്ന സമയത്ത്. ഏതായാലും നമ്മൾ തിരിച്ചു വരാം. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. ഇനി ആ ആൽമരത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ പോകുന്നത്. ഈ ആൽമരത്തിന്റെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇലകൾ, ചില്ലകള്, കമ്പുകൾ, ഇതൊക്കെ നമുക്കൊരു ആൽമരം എന്നുള്ള മനസ്സിലുണ്ടായിരിക്കും. യു മേ ആൾസോ ഇമാജിൻ ദാറ്റ്. നിങ്ങളും അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇമാജിനേഷനിൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അതിൻ്റെ ആ നീണ്ടു നിവർന്ന് കിടക്കുന്ന ചില്ലകളൊക്കെ വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട്, ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക്, നമ്മളുടെ ഈ നിലത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ, വീണ്ടും അതിൽ നിന്ന് വേരുകൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓർമ്മയിൽ വന്നപ്പം ആൽമരം ഇല്ലേ, അതിന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടായിരിക്കും, എന്നിട്ട് അതിന് തടിയായി മാറും. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളും കാണുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളതുമാണ്. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ അതിൻ്റെ വേരുകളെ പോലെ ഇതിങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആകെ കലബില കൂട്ടിയിട്ടൊരു എല്ലാം കൂടെ കൂടിക്കലർന്നിട്ടുള്ള ഒരു വഴിയായിട്ടൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഗേവ് മീ, ഇതെല്ലാം എൻ്റെ ആൽമരം, ഈ വീട്, ഇതെല്ലാം ഗേവ് മീ എൻലെസ് പ്ലഷർ. എനിക്ക്, കുട്ടി എനിക്ക് വളരെയധികം അറ്റമില്ലാത്ത ആനന്ദം, സന്തോഷമേകിയിട്ടുണ്ടായിരുന്നു എൻ്റെ ആൽമരവുമായി ബന്ധപ്പെട്ട ചുറ്റുപറ്റിയുള്ള എൻ്റെ ഈ ഒരു ജീവിതം. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. മരത്തെക്കുറിച്ച് പറഞ്ഞു തരാലോ. ആ മരത്തിന് ഞങ്ങളുടെ വീടിനേക്കാൾ പ്രായം ഉണ്ടായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. എൻ്റെ മുത്തശ്ശൻ തന്നെ 65 ഉണ്ട്. എൻ്റെ മുത്തശ്ശനേക്കാൾ പ്രായം ഉണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡേറ. ഡേറ എന്ന പട്ടണത്തെക്കാൾ അത് പഴകിയതാണ്. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയാസ്. ഹിമാലയയുടെ താഴ്വരയിലായി ചേർന്ന് നിൽക്കുന്ന, നെസ്ലിംഗ് ചേർന്ന് നിൽക്കുക, അങ്ങനെയുള്ള ഒരു ഡേറ പട്ടണത്തിനേക്കാൾ പ്രായം തോന്നിക്കുന്ന ഒന്നാണ് ഈ ആൽമരം. My first friend and familiar was a small grey squirrel. എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്, ആദ്യത്തെ കൂട്ടുകാരൻ, ആൻഡ് ഫെമിലിയർ, എൻ്റെ പരിചയത്തിൽ എനിക്ക് ആദ്യമായി കിട്ടുന്ന ഒരു ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. ഒരു ചാര നിറത്തിലുള്ള ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞായിരുന്നു. അണ്ണാൻ കുഞ്ഞ് നല്ല ഇഷ്ടമാണല്ലേ എല്ലാവർക്കും. അതിൻ്റെ ശബ്ദം നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്, എന്നും പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, സുപരിചിതമാണ്. അങ്ങനത്തെ ഒരു അണ്ണാൻ കുഞ്ഞാണ് എൻ്റെ ആദ്യത്തെ കൂട്ടുകാരനായി വരുന്നത്. ആർച്ചിങ് ഈസ് ബാക്ക്. എങ്ങനെയാണ് അണ്ണാൻ ഉണ്ടാകുക? നമ്മളെ കാണുമ്പോൾ, അപരിചിതരായി നമ്മളെ കാണുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? അതിങ്ങനെ മുതുകൊക്കെ ഇങ്ങനെ വളച്ചു വെച്ചിട്ട്, ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, നിന്ന് മുകളിലേക്ക് നോക്കിയിട്ട് വായുന്ന് എയറൊക്കെ വലിക്കുന്നത് പോലെയുള്ള അങ്ങനത്തെ ഒരു ഭാവം ഉണ്ടാവാറില്ലേ? യെസ്, അങ്ങനെ ചെയ്തുകൊണ്ട് ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസൺ മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവന് ഫസ്റ്റ് കണ്ട സമയത്ത് അവന്റെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു വന്നത് അവനൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല.
എങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചു? ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ എയർ. ഇങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ആദ്യം അവനുണ്ടാക്കിയത്. എന്തേ കാരണം? വൈ? എന്താ കാരണം? എന്താ? ഹി ഡസൻ ലൈക്ക് ഇറ്റ്. അവൻ ഏത് ഇഷ്ടപ്പെട്ടിട്ടില്ല? ഞാൻ വന്നത്. പക്ഷേ when he found that, പിന്നീട് അവൻ മനസ്സിലാക്കി, I did not arm myself with a catapult or air gun. ഞാൻ എയർ ഗണ്ണോ അല്ലെങ്കിൽ കറ്റാപോൾ, എന്താ സാധനം അല്ലേ? കറ്റാപോൾ, തെറ്റാലി, നമ്മളിങ്ങനെ ഈ ഇതൊക്കെ പിന്നെ ചെറിയ കല്ലൊക്കെ ഇട്ടിട്ട് വെക്കൂലേ, അതെ, അതൊന്നും ഇല്ല. ഞാൻ അതുകൊണ്ടൊന്നും ആക്രമിക്കാൻ വന്നതല്ല, ആക്രമണ സ്വഭാവമുള്ള ഒരാളല്ല എന്നവൻ മനസ്സിലാക്കിയപ്പോ he became friendlier. അവൻ കൂടുതൽ എന്നോട് സൗഹൃദത്തിലായി മാറി. ആൻഡ് when I started leaving him piece of cake and biscuit, ഞാൻ അവന് ചെറിയ കേക്കും ബിസ്ക്കറ്റിന്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് he grew bolder. അവൻ ഉഷാറായി വന്നു. ആൻഡ് ഫൈനലി grew bolder, അവന് വലുതാവുകയും അവന്റെ ശരീരം കൊണ്ട് വലുതാവുകയും and finally became familiar enough to take food from my hands. എൻ്റെ കയ്യിൽ വന്നിട്ട്, ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാനും വാങ്ങി കഴിക്കാനൊക്കെ തുടങ്ങി. ബിഫോർ ലോങ്, വളരെ അല്ലെങ്കിൽ ദൂരം അല്ലെങ്കിൽ പിന്നെ അധിക സമയമൊന്നും ആവാതെ അല്ലെങ്കിൽ അധിക കാലം കഴിയുന്നതിന് മുൻപ് തന്നെ he was delving into my pockets. എൻ്റെ പോക്കറ്റ് നിന്ന് ചകഞ്ഞ് അന്വേഷിച്ചിട്ട് കണ്ടെത്തുമായിരുന്നു. ഡെൽവ് പറഞ്ഞാൽ ചകഞ്ഞ്, മീൻസ് ടു സെർച്ച് കെയർഫുള്ളി. നമ്മുടെ ഒരു ഇതിലേക്കൊക്കെ ചകഞ്ഞ് കണ്ടെത്തുക നോക്കൂ, അങ്ങനെ ഉണ്ടാവില്ല. അതിനൊക്കെ ഒരു സ്വഭാവം കാണുന്നില്ല നിങ്ങൾ? എൻ്റെ പോക്കറ്റിൽ കയറി സാധനങ്ങൾ തപ്പിയെടുക്കുന്നുണ്ട്. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്, അവന് കിട്ടുന്നത് അവൻ ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്, എന്തൊക്കെയാണോ അവന് കണ്ടെത്താൻ സാധിച്ചതൊക്കെ കഴിക്കാൻ തുടങ്ങി. വിച്ച് മീൻസ് ഹി ബിക്കെയിം മോർ ഫ്രണ്ട്ലി. അവൻ എന്നോട് കൂടുതൽ സൗഹൃദത്തിലായി മാറി. ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ. അവനൊരു ചെറിയ അണ്ണാൻ കുഞ്ഞായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവനുണ്ടാവുമല്ലോ, കൂട്ടുകാരുണ്ടായിരിക്കും, ബന്ധുക്കൾ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രോബബ്ലി തോട്ട്, ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഹിം, അവനെ കുറിച്ച്, ഹെഡ്സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയോ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടക്കാരനോ ആയി എന്ന് ഇവനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഈ കുട്ടി അണ്ണാനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അണ്ണാന് ഞാനുമായി സൗഹൃദത്തിലായപ്പോ സ്വാഭാവികമായിട്ടും അവന്റെ കൂട്ടുകാരും, ഏത് അണ്ണാന്റെ കൂട്ടുകാരും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ എങ്ങനെ ചിന്തിക്കും, ഇവൻ എത്രമാത്രം ഒരു വിഡ്ഢിയായല്ലോ. ഇൻ ദ സ്പ്രിംഗ്, വസന്തകാലത്തിൽ, when the banyan tree was full of small red figs, banyan ട്രീയിൽ ചെറിയ ചുവന്ന പിന്നെ പഴങ്ങളൊക്കെ നിറഞ്ഞുണ്ടാകുന്ന സമയത്ത്, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ തരത്തിലുമുള്ള പക്ഷികൾ would flock into its branches, അതിന്റെ ചില്ലകളിലേക്ക്, കമ്പുകളിലേക്ക് വന്നെത്തും. എന്തിനാന്നുള്ളത് ചോദിച്ചാൽ നമുക്കറിയാലോ, പഴങ്ങൾ ഉണ്ടാകുമ്പോൾ പക്ഷികൾ വരും. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, 1-2 പക്ഷികളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. ഈ റെഡ് ബോട്ടംഡ് ബുൾബുൾ എന്ന ഈ പക്ഷിയും ചിയർഫുൾ ആൻഡ് ഗ്രീഡി, അവരെ കുറിച്ച് പറയണേ. എല്ലാം നമുക്കറിയാം പക്ഷികളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാകുക, കലബില കൂടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ശബ്ദങ്ങളും അവർ സംസാരിക്കുന്ന രീതിയൊക്കെ അതിൽ കാണാം. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, ഗോസിപ്പ് എന്ന കലബിലുണ്ടാക്കുന്ന ഒരു റോസി പാസ്റ്റർ മറ്റൊരു പക്ഷിയുടെ പേരാണ്. ആൻഡ് പാരറ്റ്സ്, നമുക്ക് പരിചയമുള്ള പേര് ഏതാ, തത്ത. ഈ തത്തകൾ. ആൻഡ് ക്രൗസ്, അതുപോലെ ക്രോ, കാക്കകളും, ഇവരെല്ലാം കൂടെ സ്ക്വാബ്ലിംഗ്, എന്താ, അമ്മായിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കലഹിക്കും, എല്ലാം കൂടെ കൂടിയിട്ട്. ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ആ ആൽമരത്തിലും കണ്ടു തുടങ്ങി. ദ ബനിയൻ വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, എല്ലാ സമയവും അതിൽ പരസ്പരം ഈ പക്ഷികളെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കലബിലുണ്ടാക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഈ പഴങ്ങൾ ഉണ്ടാകുന്ന ഈ സീസണിൽ, ഈ കാലത്ത്, the banyan tree was the noisiest place on the road. ആ റോഡിൽ, ആ പരിസരത്തെ ഏറ്റവും ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ ഒരു ഇടം എന്ന് പറയുന്നത് ഈ ബനിയൻ ട്രീ ആയിരുന്നു. ഇതൊക്കെ ഇവന്റെ ഓർമ്മകളിലൂടെ പറയാണ് അവന്. ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ മരത്തിന്റെ ഏകദേശം പകുതി എത്തുന്നവണ്ണം, ഐ ഹാഡ് ബിൽറ്റ്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച്, സ്മോൾ പ്ലാറ്റ്ഫോം, ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഇതിപ്പോ ഒരു മരമാണെന്ന് സങ്കല്പിക്കാം അല്ലേ. ഇനിയിപ്പോ ആ മരം അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പകുതിയിൽ എന്ന് എഴുതുന്നുണ്ട്, അവനൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാ?
ഓൺ വിച്ച് അതിന്മേൽ ഐ വുഡ് ഓഫൻ സ്പെൻഡ് ഞാൻ പലപ്പോഴും ചെലവഴിക്കാറുണ്ട് ദ ആഫ്റ്റർനൂൺസ് ഉച്ചതിരിഞ്ഞ സമയങ്ങൾ വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട് വലിയ ചൂടൊന്നും ഇല്ലാത്ത അഥവാ നന്നായിട്ട് ചൂടൊന്നും എടുക്കാത്ത ആ സമയങ്ങൾ അല്ലെങ്കിൽ വെയിലൊന്നും ആറി വരുന്ന അങ്ങനത്തെ ഒരു കാലഘട്ട സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവൻ ഇതിന്റെ മുകളിൽ കയറുമായിരുന്നു. നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറുമാടം കെട്ടുക എന്നൊക്കെ സാധാരണ കാണാറില്ല. ഏറുമാടങ്ങളൊക്കെ ഇതേപോലെ ഇരിക്കാനുള്ള ഒരു ഇടം അവിടെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. ആൻഡ് ഐ കുഡ് റീഡ് ദേഴ്സ് ഞാൻ അവിടെ നിന്ന് വായിക്കാറുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് ഹോബി അല്ലേ? ആൻഡ് യു മേ ഹാവ് ഓൾസോ ഹോബീസ്. നിങ്ങൾക്കൊക്കെ ഹോബികളില്ലേ? ഹോബി എന്താ നമ്മൾ കണ്ടെത്തുന്ന യെസ് ലേഷർ ടൈമിലൊക്കെ നമ്മൾ കണ്ടെത്താറില്ലേ? ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ ഇവിടുന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഓരോ ഹോബികൾ കിട്ടും. ചിലർക്ക് 2-3 ഹോബീസൊക്കെ ഉണ്ടായിരിക്കും. യെസ്, ഇവിടെ ഇവൻ എന്ത് ചെയ്യും? ഹി വുഡ് റീഡ്, വായിക്കുമായിരുന്നു. propping myself up against the ball of the tree with cushions taken from the drawing room. അവന്റെ വീട്ടിലെ ഡ്രോയിങ് റൂം സ്വീകരണ മുറിയിൽ വെച്ചിരുന്ന കുഷൻസ്, തലയിണകൾ, അങ്ങനത്തെ കുഷനുകളൊക്കെ അവൻ എടുത്തിട്ട് എവിടേക്ക് പോകും? ഈ മരത്തിലേക്ക് പോകും. propping myself up against the ball. മരത്തിന്റെ ഈ തടിമരല്ലേ, അതിനെയാണ് എന്ത് ചെയ്യുക? ബോൾ എന്ന് പറയാം. ട്രങ്ക് ഓഫ് എ ട്രീ. ആൻഡ് പ്രോപ്പിംഗ് മൈസെൽഫ്, പ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാരിയിരിക്കും. നമ്മൾ റെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ട് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ്, ശരിക്കും ഇവിടെ പ്രോപ്പിംഗ് നമ്മൾ സപ്പോർട്ട് എന്നൊക്കെ. യെസ്, അപ്പൊ ഇവിടെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അവന് അതിലൊന്ന് ചാരിയിട്ട് അല്ലെങ്കിൽ അവിടെ സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് അവന് വായിക്കുമായിരുന്നു. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, The Mowgli stories and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. ഈ പറഞ്ഞതൊക്കെ കുറച്ച് പുസ്തകങ്ങളുടെ പേരുകളാണ്. ഇതൊക്കെ എൻ്റെ വായനാ ലോകത്തെ, എൻ്റെ ബാഗിനെ നിറയെ എൻ്റെ വായനയുടെ വാതായനങ്ങൾ തുറന്നു നിന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കുന്ന ഇടം ഞാൻ എവിടെ കണ്ടെത്തി? ഈ മരത്തിൻ്റെ മുകളിൽ കണ്ടെത്തി. When I did not feel like reading, എനിക്ക് വായിക്കാൻ അത്ര നല്ലൊരു മൂഡൊന്നും ഇല്ലാത്ത സമയത്ത്, നമുക്കിപ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മളുടെ ഹോബികൾ എല്ലാ സമയത്തും നമ്മൾ അത് ഉപയോഗിക്കുമോ അല്ലെങ്കിൽ അത് തന്നെയാണോ ഫോളോ ചെയ്യുക? അല്ല. അത്ര താല്പര്യം വരാത്ത സമയങ്ങളിലൊക്കെ I could look down through the banyan leaves at the world below. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതിൻ്റെ താഴേക്കുള്ള ഇലകളിലൂടെ ഒക്കെ താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. At grandmother hanging up and taking down the washing, മുത്തശ്ശി അവിടുന്ന് അലക്കുകയും അതുപോലെ അത് അഴയിലിടുകയും ഇതൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ യൂഷ്വലായ കാര്യങ്ങൾ അതൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ കാണും. At the cook quarreling with a fruit vendor, പാചകക്കാരി അവിടെ വരുന്ന കച്ചവടക്കാരനുമായിട്ട് കശപേശ കൂട്ടുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന കലവിലുണ്ടാക്കുന്നത് ഞാൻ കാണാറുണ്ട്. Or at grandfather grumbling at a hardy Indian marigold which insisted on springing up all over his English garden. മുത്തശ്ശന് തൻ്റെ ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഗാർഡൻ, ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ ഒരു ഇംഗ്ലീഷ് ഗാർഡൻ ഉദ്ദേശിക്കുന്ന ലേക്ക് ഇങ്ങനെയുള്ള ലോണൊക്കെ ഉണ്ടാക്കി ഉൾക്കൊള്ളുന്നതാണ്. അപ്പം ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗാർഡനിൽ അവിടെ വളർന്നു വന്നിട്ടുണ്ടായിരുന്ന മേരിഗോൾഡ് ചെടിയല്ലേ, പൂവല്ലേ, മേരിഗോൾഡ്. യെസ്, അതിനെ അല്ലെങ്കിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഗാർഡനിൽ വന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പിറുപിറുത്ത് ഇങ്ങനെ പരാതി പറയുന്നത്, ഗ്രംബിൾ ചെയ്യുക, പിറുപിറുത്ത് ഇങ്ങനെ പരാതി പറ, ഇതൊക്കെ ഞാൻ എവിടുന്ന് കാണും? എവിടുന്ന്? ഫ്രം ദ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കി കാണാറുണ്ടായിരുന്നു. എവിടെ ഈ പ്ലാറ്റ്ഫോം ഉള്ളത്? എവിടെയാ? ഹാഫ് വേ അപ്പ് ദ ട്രീ അല്ലേ, മരത്തിന്റെ ഏകദേശം പകുതി എത്തുന്ന ഇടത്തായിരുന്നു ഉണ്ടായിരുന്നത്. യൂഷ്വലി, സാധാരണ നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. സാധാരണ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈൽ ഐ വാസ് ഇൻ എ ബനിയൻ ട്രീ, ഞാൻ ആൽമരത്തിന്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ, കാരണം അതൊരു നിത്യ സംഭവമാണ്. അവന് വല്ല ചൂടില്ലാത്ത ദിവസം വരുന്ന സമയത്ത് he would spend his leisure time over there by reading, വായിച്ചുകൊണ്ട് അങ്ങനെ ചെലവഴിക്കായിരുന്നു. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഇനി ഒരു പെർട്ടിക്കുലർ സംഭവത്തിലേക്ക് വരിക, ഒരു ഉച്ചതിരിഞ്ഞ ദിവസം. I had enough excitement to last me through the summer. ആ വേനൽക്കാലങ്ങളിൽ ഉടനീളം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം, an incident which happened
അതവിടെ സംഭവിച്ചു. ദാറ്റ് വാസ് ദ ടൈം. ആ സമയം ഇനി സംഭവത്തിലേക്ക് കൊണ്ടുവരാ. ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. ആരൊക്കെ കണ്ടത്? നേരത്തെ നമ്മൾ മംഗൂസ്, കോബ്ര, ഈ രണ്ടു പേരെ കണ്ടു. എങ്ങനെയാ? സാധാരണ ഒരു പാമ്പിനെയും അല്ലെങ്കിൽ ഒരു കീരിയും കാണുകയല്ല. ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. ആ തോട്ടത്തിൽ, പൂന്തോട്ടം അല്ലെങ്കിൽ ആ ഒരു ഗാർഡനിൽ മരണ പോരാട്ടം നടത്തുന്ന, ഫൈറ്റ് നടത്തുന്ന രണ്ടുപേരെ കണ്ടു. While I sat directly above them in the banyan tree. ഞാൻ അവർ രണ്ടുപേരിപ്പം ഇവിടെ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കാം. ഞാൻ അതിൻ്റെ നേരെ മുകളിൽ നിന്നിട്ടാണ് ഈ ഇൻസിഡന്റ് കാണുന്നത്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയല്ലേ? യെസ്. എന്താ സംഭവം എന്ന് പറയുന്നത്? ഇത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. നറേഷൻ ചോദിക്കും, വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഇവിടെ നിന്ന് ഡയറി ചോദിക്കാറുണ്ട്. അപ്പം വളരെയധികം പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമായിട്ട് അതിനെ മനസ്സിലാക്കണം. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഒരു ഏപ്രിൽ ഉച്ചതിരിഞ്ഞ ദിവസം. നമ്മൾ കഥകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും അല്ലേ? ഇപ്പം ഈ കഥയിലേക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സത്യല്ലേ? അല്ലേ? യെസ്. അപ്പോൾ ഈ പറഞ്ഞ സംഭവത്തെ ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കുക, നോട്ട് ചെയ്യണം. കാരണം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറേശ്ശെ എന്ത് ചെയ്യണം, നമുക്ക് ശരിക്കും സിസ്റ്റമാറ്റിക് വായിച്ച് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.